പറയൂ. ഇപ്പൊ സൗണ്ട് ഓക്കെ ആണോ? ഓക്കെ. ഞാൻ നേരത്തെ വിളിച്ച ആളാണ്. ആ ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓള് കോൾ എടുത്തതിന് താങ്ക് യു ഉണ്ട്. ഞാനിങ്ങനെ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലൊരു വർക്കാണ് ആക്ച്വലി. നിങ്ങളിങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നിടത്തോളം യു ലൈക്ക് എക്സ്പ്ലോർ expose and explore whatever it is there in the Quran or whatever it is. And ഇത് ഇപ്പൊ people who is willing to thinking out of box. ഇപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇപ്പൊ. അപ്പൊ നമുക്ക് വേറൊരു ആംഗിളിൽ കൂടെ കാര്യങ്ങൾ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന വർക്കായാലും ഇപ്പോ ആരിഫ് ഹുസൈൻ ചെയ്യുന്ന വർക്കാണെങ്കിൽ എല്ലാ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. സോ ഐ അപ്രീഷിയേറ്റ് ദ വർക്ക് വാട്ട് യുവർ ഗൈസ് ആർ ഡൂയിങ്. ആൻഡ് പിന്നെ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ക്ഷമ, അത് വളരെ ഭയങ്കര ക്ഷമാപൂർവമാണ് താങ്കൾ എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. സോ ഇതൊരു കാര്യം. എന്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പങ്കുവെക്കാനാണ് ഞാൻ താങ്കളെ ഇപ്പൊ വിളിച്ചത്. ആക്ച്വലി ഞാൻ നിന്നത് ഫറൂഖ് എന്നുള്ള സ്ഥലം കേട്ടിട്ടുണ്ടോ? കോഴിക്കോടിന്റെ ഭാഗത്ത്. ഒരു മിനിറ്റ്. ഞാൻ വരുന്നില്ല, കോളില. പറയ്. ഓക്കെ. ഞാൻ ഫറൂഖ് എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? കോഴിക്കോട് ഭാഗത്ത്. ഞാൻ അവിടെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്റെ കോളേജിലോട്ട് പോകുമ്പോ ഞങ്ങൾ അവിടെ ഒരു വീടെടുത്തായിരുന്നു ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ നമുക്ക് ഇങ്ങനെ അവിടെ ഒരു ചെറിയൊരു എക്സിബിഷൻ പോലെ ഉണ്ടായിരുന്നു. ഒരു മുസ്ലിം കൈൻഡ് ഓഫ് എക്സിബിഷൻ ഉണ്ടായിരുന്നു. അവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞാല്, ഇങ്ങനെ ഖുറാനിലെ ഓരോരോ ആയത്ത് അല്ലെങ്കിൽ ഖുറാനിലെ ഓരോരോ വേഴ്സ് വെച്ചിട്ട് ദാറ്റ് വിൽ കമ്പയർ ദ റിയാലിറ്റി, അല്ലെങ്കിൽ സയൻസ് പരമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് എക്സിബിഷൻ ആയിരുന്നു അത്. അപ്പൊ ഫോർ എക്സാമ്പിൾ എന്തോ ഖുറാനിൽ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ എന്താ പറയാ, ഈ ഭ്രൂണം ഒക്കെ ഉണ്ടാവുന്നത് നമ്മൾ ചവച്ചു തുപ്പിയ ഇങ്ങനെ ബബിൾക്കം പോലെയാണെന്ന്, അങ്ങനെ എന്തോ ഒരു വേഴ്സ് ആക്ച്വലി. സോ ആ വേഴ്സ് വെച്ചിട്ട് കണ്ടോ, ചവച്ചു തുപ്പിയ ബബിൾക്കം ഇങ്ങനെയാണ്. സോ ഇത്ര കൊല്ലം മുന്നേ ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സോ ഇത് കഴിഞ്ഞിട്ട് അറ്റ് ദ എൻഡ് ഞാനും എനിക്ക് കുറെ ഇങ്ങനെ ഐ ചൂസ് ഫ്രണ്ട്സ്. റിലീജിയൻ വെച്ചിട്ടല്ല ഞാൻ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്നത്. ഹൗ നമ്മളായിട്ട് കൂടി പോകുന്ന ടൈപ്സ് ഉള്ള അങ്ങനെയാണ് ഞാൻ. എനിക്ക് ഫ്രണ്ട് സർക്കിൾ ഉള്ളത്. എല്ലാ സൈഡിൽ നിന്നും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ആക്ച്വലി. അപ്പൊ നമ്മളിങ്ങനെ ഇത് കഴിഞ്ഞിട്ട് അറ്റ് ദ എൻഡ് ആകുമ്പോഴത്തേക്കും ഒരു പുള്ളി നമ്മളെ വിളിച്ചു. ഐ തിങ്ക് ഈ പുള്ളിയാന്ന് തോന്നുന്നേ ഈ എക്സിബിഷൻ നടത്തുന്നതോ അതിന്റെ ഭാരവാഹി അങ്ങനെ എന്തോ ആയ പുള്ളിയാന്ന് തോന്നുന്നേ ഈ പുള്ളി. അപ്പൊ ഈ പുള്ളി നമ്മളെ വിളിച്ചിട്ട് അവിടെ ഒരു ചെറിയൊരു ഓഫീസ് റൂം പോലെ ഉണ്ട്. ഓഫീസ് റൂമിൽ കൊണ്ടുപോയിട്ട് ഇരുത്തി. എന്നിട്ട് പുള്ളി നമ്മുടെ പേരൊക്കെ ചോദിച്ചു, നമ്മുടെ കൈയൊക്കെ കൊടുത്താണ്ട് ഇങ്ങനെ സ്പെഷ്യലി ചോദിച്ചു, ആർ യു മുസ്ലിം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഈ നോൺ മുസ്ലിം ആയിട്ടുള്ള 2-3 പേരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അപ്പൊ ഈ പുള്ളി ഈ മറ്റേ ഖുറാൻ പരിഭാഷ എടുത്തു കൊടുത്തു. ഖുറാൻ പരിഭാഷ എടുത്ത് വായിക്കൂ, ദിസ് ഈസ് സോ ഗുഡ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആയിട്ട് ഒരു 5-10 മിനിറ്റ്സ് പുള്ളി ഖുറാനെ പറ്റിയും മുസ്ലിമിനെ പറ്റിയും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഓക്കെ, അന്ന് നമുക്ക് മുസ്ലിമിലോട്ട് കൺവേർട്ട് ആവല്ലേ, നിങ്ങൾ ഇത് പറയൂ എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഈ മറ്റേ ഇത് കലിമ ചൊല്ലിച്ചു. എന്നിട്ട് നമ്മളപ്പോ ആ സമയത്ത് ഞങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്തായിരുന്നു. അപ്പൊ ആ സമയത്ത് വി ടുക്ക് ഇറ്റ് ലൈറ്റ്ലി. നമുക്ക് എന്താ, നമ്മൾ ജസ്റ്റ് പോയി ഫുഡ് കഴിച്ചിട്ട് പോയി അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് എന്നിട്ട് നമ്മൾ ഇതിനെപ്പറ്റി പിന്നെ വേറെ ഡിസ്കസ് ഒന്നും ചെയ്തിട്ടില്ല. അവരെന്തോ ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ റൂമിൽ വന്നിട്ട് ഇപ്പൊ ഇവരുടെ ഈ ഖുറാൻ പരിഭാഷ ഉണ്ട്, അവർക്ക് ഇത് വെച്ച് എന്താ ചെയ്യണ്ടേ, അവർ നമുക്കത് തന്നു. ഓക്കെ, യു ടേക്ക് ഇറ്റ്, നമുക്കിതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്നുള്ളത് നമ്മളത് നമുക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ സം ഡേയ്സ് ഈ പുള്ളിനെ ഞാൻ ഒരു പ്രാവശ്യം ബസ്സിൽ വെച്ച് കണ്ടു. ഞാൻ തിരിച്ച് റൂമിലോട്ട് വരുമായിരുന്നു. ആ പുള്ളി ഇങ്ങനെ കൈൻഡ് ഓഫ് നമ്മള് അന്ന് നടന്നത് ഭയങ്കര അതീവ സീക്രട്ട് ആയിട്ട് വെച്ചേക്കണം, അത് നമുക്കിപ്പോ പുറത്ത് പറയാനുള്ള സമയമായിട്ടില്ല, അത് അതീവ സീക്രട്ട് ആയിട്ട് വെച്ചേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇതൊരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏത് വിഭാഗമാണ് ഈ KNM മുജാഹിദ് അല്ലേ? എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. സ്റ്റിൽ ഞാൻ ഈ കാറ്റഗറിയിലാണ്, പക്ഷെ ഐ ഡോണ്ട് ഫോളോ മച്ച് ഓൺ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. എനിക്ക് അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. അല്ല, അവരാണ് ഈ കലാപരിപാടികളൊക്കെ നടത്തുന്നത്.
പ്രധാനമായിട്ട്. അതായത് പ്രൊഫഷണൽ ആയിട്ട് പരിപാടി ചെയ്യുന്നവര് അവരാണ്. അതുകൊണ്ടാണ് നമ്മൾക്കെതിരെ ഏറ്റവും വീറോടെ വരുന്നതും അവരാണല്ലോ. കാരണം അവരുടെ ആ ബിസിനസിന്റെ അടിവേരിലാണ് നമ്മൾ കത്തിവെക്കുന്നതെന്ന് യെസ് യെസ്. അവർക്കറിയാം. അത് അവരുടെ കച്ചവടമാണത്. അവരുടെ പക്ഷെ ട്രേഡ് എനിക്ക് അതാണ്. നിങ്ങളുടെ ഈ വീഡിയോസ് ഒക്കെ കാണുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊരു എന്താ പറയാ 1000-ൽ 1 ഒരൊറ്റപ്പെട്ട സംഭവമാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഉം. നിങ്ങളുടെ ഈ വീഡിയോസും കാണുമ്പോഴൊക്കെയാണ് അതുകൊണ്ടാണ് മനസ്സിലാവുന്നത് നമ്മളിപ്പം ഇത്. ഡി ദഴവ മുർത്തദ് സെന്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ച് കൂടുതലായിട്ട് കുരു പൊട്ടുന്നത്. കാരണം ദഴവ അവരുടെ മെയിൻ പ്രോഡക്റ്റ് ആണത്. പിന്നെ അത് ഏതെങ്കിലും ഒരാളെ ഇപ്പൊ ചാക്കിട്ട് പിടിക്കാൻ പറ്റിയാല് അങ്ങനെ പിടിക്കപ്പെടുന്ന ആള് അല്ലെങ്കിൽ ഈ ചാക്കിൽ വീഴുന്ന ആള് അയാളുടെ സോഷ്യൽ പിന്നെ സ്റ്റാറ്റസ് ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നവർക്കുള്ള ഇതൊക്കെ ഉണ്ടാവുന്നത്. അവരുടെ ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത. അപ്പൊ ഇത് വേറെ ഒരു ഭാഗത്ത് വിശ്വാസികളായിട്ടുള്ള ആളുകളെ പറഞ്ഞു കബളിപ്പിച്ച് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി പണം ചെലവഴിച്ചാൽ നാളെ സ്വർഗത്തിൽ കിട്ടും എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ച പൈസ ഇതേപോലെ എക്സിക്യൂട്ടീവ്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു മണി ഇന്റർനാഷണൽ ബിസിനസ് ഇൻവോൾവ്മെന്റും. ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിനെ പറ്റിയൊന്നും വലിയ അറിയില്ല. പക്ഷെ ഇങ്ങനെ നിങ്ങളെ ഈ വീഡിയോസ് കാണുമ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ കുറെ ഇത് വൺ ഓഫ് കേസ് അല്ല, ഇങ്ങനെ കുറെ കേസസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഉണ്ട്. അപ്പൊ എനിക്ക് ഐ തോട്ട് ലൈക്ക് അല്ല ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ദഅവ പങ്കുവെക്കാം. ഇവര് വളരെ സജീവമായിട്ട് ഇപ്പം സ്കൂളുകളിലായാലും കോളേജുകളിലായാലും ആളുകളെ എങ്ങനെയാണ് ഇംപ്രസ് ചെയ്യിപ്പിക്കേണ്ടത്. ഇവരുടെ ഒന്നാമത്തെ പരിപാടി എന്ന് പറഞ്ഞത് നമ്മൾ ഭയങ്കര വിശ്വാസപരമായിട്ട് ഭയങ്കര പ്യുവറായിട്ട് ഇങ്ങനെ അവരെ മുന്നിൽ കാണിച്ചിട്ട് അവർക്കൊരു കൗതുകം ഉണ്ടാക്കിയെടുത്ത് അവർ നമ്മളോട് ചോദിക്കും. അങ്ങനെ ചോദിക്കണം, എന്താണ് ഇങ്ങനെ, എന്താ നിങ്ങൾ ഇങ്ങനെ. അപ്പൊ അവർക്ക് ആ മതത്തിനോട് ഇസ്ലാമായ ഇങ്ങനെയൊക്കെയാന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കലാണ് അവരുടെ ഒന്നാമത്തെ അജണ്ട. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ലഘുലേഖകളായി ഉപദേശമായി പിന്നെ ഇങ്ങനെ എന്താ പറയാ വളരെ നിഷ്കളങ്കമായിട്ട് ഇടക്ക് വല കൂടെ ഒരു നോമ്പെടുക്കലായി തമാശക്ക് ഒരു തട്ടടലായി ഇങ്ങനെയാണ് ഈ കെണിയിലേക്ക് കുട്ടികൾ വീഴുന്നത്. ഇത് കൃത്യമായി പരിശീലനം കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ് എന്നാണ് എന്റെ ഒരു നിഗമനം. കോളേജുകളിൽ ഇപ്പൊ ഈ പ്രോഫ്കോൺ പോലെയുള്ളത് പിന്നെ മാത്രമല്ല ഇവര് പബ്ലിക്കായിട്ട് പറയുന്ന കാര്യമാണ്. ഈ കോളേജുകളായാലും നമ്മളിപ്പോ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളായാലും ഒക്കെ അവിടെ കൂടുതൽ ആളുകളെ മതം പറഞ്ഞ് പ്രബോധനം നടത്താൻ ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്ന, ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഈ പറയപ്പെടുന്ന വഹാബി ആശയത്തിലുള്ള ആളുകളുടെ പ്രത്യേകതയാണ് കേട്ടോ. അവരാണ് ഇതിന്റെ ആൾക്കാർ. നമ്മളെ നാട്ടിലത്തെ പരമ്പരാഗത സാധാ സുന്നികള് ഈ ഇടപാടായിട്ട് നടക്കുന്നവരല്ല. മറ്റൊരു പ്രൊഫഷണൽ ബിസിനസ് ഗ്രൂപ്പാണ്. അവരുടെ ആഗോള ബിസിനസ് തന്നെ അതാണ്, ദഅവത്ത് നടത്തുക എന്നുള്ളതാണ്. ഈ ദഅവത്തിന്റെ അടുത്ത ഘട്ടമാണ് അവർ ജിഹാദ് നടത്തുന്നത്. അതും അതിന്റെ ആൾക്കാർ ഈ വഹാബികൾ തന്നെയാണ്. അപ്പൊ ഇത് അതിനെ എന്താ വെപ്പണൈസ് ചെയ്യുന്നതാണ്, എക്കണോമിക്കലായിട്ടും അതേപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടും. പക്ഷെ അത് അത്ര ശരിയൊന്നുമല്ലല്ലോ. ലൈക്ക് ഇതിപ്പോ ശരിയല്ലെന്ന് പറഞ്ഞാൽ അത് നമ്മൾ അതിനെ കണ്ടിട്ട് അടിവേര് തട്ടിച്ച് ഓക്കെ എന്നാ മുറിച്ചു നിങ്ങൾ കളയുന്ന ഇതിനകത്തോട്ട് സാധനമാണ്. വന്നോളൂ, അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഒരാളിപ്പോ ഏത് റിലീജൻ അങ്ങനെയല്ല ആയാലും ഇപ്പൊ അങ്ങനെയല്ലത് മനസ്സുകൊണ്ട് കബളിപ്പിക്കലാണ്. ഇഷ്ടപ്പെട്ട് വരുന്നത് ഇറ്റ്സ് ഡിഫറെന്റ്. അത് വേറെയാണ്. അത് ഞാൻ പറഞ്ഞത് അന്വേഷിച്ച് ചെന്നിട്ടാണ് കണ്ടെത്തേണ്ടത്. കറക്റ്റ്. അങ്ങനെ ഒരാൾക്ക് ഇപ്പൊ എല്ലാം അയാളുടെ മനസ്സിലാക്കി. വിശ്വാസത്തിൽ ശരിയല്ലാന്ന് തോന്നി വേറൊരു വിശ്വാസം നല്ലതുണ്ടോ നോക്കി അയാൾ പോയി അന്വേഷിച്ച് അങ്ങനെ ചെയ്യുന്നതല്ല ഇവിടെ. അതെ 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 അതെ. അപ്പൊ ഇതിപ്പോ നമ്മൾ ഇതിനെന്ന് ആ വെച്ചാൽ സമയത്ത് നിയമപരമായിട്ട് നമ്മള് കുറെ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉള്ളത് കൊണ്ട്, കാരണം ഇതിപ്പം ഇസ്ലാമിന് മാത്രമായിട്ട് ഒരു നിയമം കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും അതെ ഇതൊക്കെ ആവശ്യമുണ്ട്. ക്രിസ്ത്യാനികൾക്ക് ആവശ്യമുണ്ട്, മറ്റവർക്ക് ഗർഭാപ്പസ് ഉണ്ട്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് ഇവരാണ്. ആ സമയത്ത് നമ്മള് ലൈക്ക് ജസ്റ്റ് കോളേജിലോട്ടൊക്കെ എൻ്റർ ചെയ്ത ആ സമയത്താണ്. അപ്പൊ നമുക്കിപ്പോ ഓക്കെ നോ വൈ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെ ചോദിക്കാനുള്ള ഒരു ഇതുണ്ടായില്ല നമ്മൾ. ഓക്കെ ശരി നിങ്ങൾ എന്തിനു പറഞ്ഞു. നമ്മളിപ്പോ ഗൾഫിൽ പോകുന്ന ആൾക്കാർക്ക് അറിയാം. ഗൾഫിൽ പോയിട്ട് പിന്നെ നമ്മൾ മുസ്ലിം ആണെന്ന് അറിഞ്ഞാൽ പോലും എന്റെ മെഡിക്കൽ എടുക്കുന്ന സമയത്ത് എന്റെ ഇക്കാമക്ക് വേണ്ടിയിട്ട് അവിടെ ചെന്നിട്ട് വീണ്ടും മെഡിക്കൽ എടുക്കുന്ന സമയത്ത് അവിടുന്ന് എനിക്കൊരു സെറ്റ് ഓഫ് പ്രോജക്റ്റിന്റെ കുറെ പുസ്തകങ്ങളും ലഘുലേഖകളും ഒക്കെ തരികയാണ്. മനസ്സിലായോ? അതില് നമ്മുടെ എന്താ പറയാ അത് ഒരു വേറൊരു നമ്മുടെ നാട്ടിലുള്ള പരമ്പരാഗത സുന്നികളുടെ ആശയത്തെയൊക്കെ എതിർക്കുന്ന അതൊക്കെ അതിനകത്ത് ഉണ്ടാവും കേട്ടോ. ഇപ്പൊ ഔലിയ അതേപോലെ ഈ വിളിച്ചു പ്രാർത്ഥിക്കല് അതൊക്കെ അതിനൊക്കെ എതിർക്കും. അപ്പൊ ഇത് ക്ലിയർ വഹാബി പ്രോഡക്റ്റ് ആണ് ഈ സാധനം. അപ്പൊ അവിടെ ചെല്ലുന്ന ഇന്ത്യക്കാരൻ ഞാൻ ശരിക്കുള്ള മുസ്ലിം അല്ലെങ്കിലോ, അല്ലെങ്കിൽ പേര് കൊണ്ട് ഇത് മനസ്സിലാവാത്ത ആൾക്കാര് ഹിന്ദു ആണെങ്കിലോ, എല്ലാ മതക്കാരനും ഇത് കൊടുക്കുമല്ലോ. ആരെ തരുന്നത് അവിടെ
ആ, ആ, പിന്നെ നമ്മള് ഇത് ചെക്കപ്പിന് വേണ്ടി വരുന്ന ഡോക്ടറാണ് കൊണ്ടുതരുന്നത്. ഉം. മനസ്സിലായി. അപ്പൊ അതാണ് കഥ. ആ പണിയൊക്കെ ഇവിടെ ചെയ്യാന് ആ, ഉള്ള ഒരു ആഗ്രഹം പല ആൾക്കാർക്കുണ്ട്. പല ആൾക്കാരും അവരവരുടെ പ്രൊഫഷനൊക്കെ മത പരിവർത്തനത്തിന് അല്ലെങ്കിൽ മതപ്രബോധനത്തിനുള്ള ടൂളായിട്ട് ഉപയോഗിക്കണം എന്നൊക്കെ ഇവർ പബ്ലിക്കായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രസംഗിക്കുന്നതൊക്കെ. അതുകൊണ്ടാണ് ഈ പ്രബോധനം ഇവരൊരു ഒരു അജണ്ട ആയിട്ട് കൊണ്ടു നടക്കുന്നിടത്താണ് നമ്മൾ ഡീരാവ പോലെയുള്ള ക്യാമ്പയിനുകൾ വേണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത്. ഓക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും സോ ഒരു ഒരു കാര്യം കൂടി ഉണ്ട്. സോ ആ, അപ്പൊ ലൈക് ബേസിക്കലി എന്റെ വീട് എന്റെ വീട്ടിൽ കുറച്ചും കൂടി ഓപ്പൺ ആണ്. ആ, കൈൻഡ് ഓഫ് എന്റെ ആശയം ഇപ്പൊ എന്റെ ആശയായാലും നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ ആശയായാലും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് മെന്റാലിറ്റിയാണ്. അപ്പോ എനിക്കൊരു ഓപ്ഷൻ ഉണ്ട്, ലൈക്ക് ടു തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി എനിക്കുണ്ട്. അപ്പോ ഞാനിങ്ങനെ ജോലിക്ക് ഞാൻ ഫസ്റ്റ് ടൈം കയറുമ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. അതാണ് ആക്ച്വലി എന്നെ ഈ തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് തുടങ്ങിയത്. അതുവരെ ഓക്കെ, ജുമയ്ക്ക് നിസ്കാരത്തിന് പോവാ, പിന്നെ വല്ലപ്പോഴും ഈ മഗ്‌രിബ് ആകുമ്പോഴത്തേക്കും വീട്ടിലുണ്ടെങ്കിൽ വല്ലപ്പോഴും പള്ളിയിൽ പോവാ. അങ്ങനെ ഞാൻ ഫുൾ ടൈം 5 നേരം നിസ്കരിക്കുന്ന ഒരു ആളൊന്നും അല്ലായിരുന്നു. അപ്പൊ എന്നാലും സ്റ്റിൽ അങ്ങനെ പോവാ. ഇപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്, നിസ്കരിക്കാലും എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ ആ ഒരു തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് ഇപ്പോഴും സ്റ്റിൽ ഇറ്റ് ഈസ് റണ്ണിങ് ബിഹൈൻഡ് മൈ ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ അപ്പൊ ഞാനിങ്ങനെ വർക്കിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ അവിടെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു, ഹി ഈസ് ഓൾസോ മുസ്ലിം. അപ്പോ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു 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 ഹിന്ദു ഒരു മീൻ കൈൻഡ് ഓഫ് കൊളീഗ് ഉണ്ട്. ഈ പുള്ളി വന്നിട്ട് അപ്പൊ എനിക്ക് ഖുറാൻ ഫുൾ അറിയില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ ഖുറാനിലെ ഈ നല്ല വശങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പോ ഈ പുള്ളി വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും, നിങ്ങളുടെ എന്ത് മുസ്ലിമാടെ, നിങ്ങളുടെ എന്താ പറയാ മുഹമ്മദ് നബി 6 വയസ്സുള്ള കൊച്ചിനെ കെട്ടിയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുള്ളി ഇടയ്ക്കിടയ്ക്ക് കളിയാക്കും. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഈ പുള്ളി ചുമ്മാ നമ്മുടെ മതത്തിനെ താഴ്ത്താൻ വേണ്ടി പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നതെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ ഒപ്പമുള്ള ഈ മുസ്ലിം എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ ഈ മദർസയിലൊക്കെ പോയി നല്ല എഡ്യൂക്കേഷൻ ഒക്കെ നേടിയ പുള്ളിയാണ്, മദർസയിലെ എഡ്യൂക്കേഷൻസ് ഒക്കെ. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചു, എടാ ഈ പുള്ളി പറയുന്നത് ശരിയാണോ? അപ്പൊ ഈ മറ്റേ പുള്ളി ഇങ്ങനെ മനസ്സില്ലാ മനസ്സോടാ ശരിയാണെന്ന്. അപ്പൊ അതാണ് എനിക്ക് ഭയങ്കര അതുവരെ നമ്മളിങ്ങനെ ഇതാണ് നമ്മൾ അങ്ങനെയാണല്ലോ പഠിക്കുന്നത്. മുസ്ലിമാണ് ഫൈനൽ മതം, ബാക്കിയെല്ലാ മതങ്ങളല്ല. അറ്റ് എൻഡ് എല്ലാവരും മുസ്ലിമിലോട്ട് വരണം, ബാക്കിയല്ല അതിന്റെ ഇപ്പൊ മറ്റേ പുള്ളി ഉണ്ടല്ലോ, സാക്കിർ നായിക്ക. സാക്കിർ നായിക്ക്. ആ പുള്ളിയുടെ എന്തോ ഒരു പ്രസംഗം ഉണ്ടായിരുന്നല്ലോ. പുള്ളി പറഞ്ഞത് ഇത് പറഞ്ഞാല് എന്താ പറയാ, നമ്മളിപ്പോ ഒരു സ്കൂളിൽ പോകുമ്പോൾ ആദ്യം തന്നെ നമ്മളെ കൊണ്ടുപോയിട്ട് 10ാം ക്ലാസ് പഠിപ്പിക്കില്ല. ആദ്യം നമ്മളെ LKG UKG 1 2 പഠിപ്പിച്ചിട്ട് നമ്മൾ 10ാം ക്ലാസ്സിലോട്ട് വരുള്ളൂ. അതേപോലത്തെ ഈ LKG UKG 10ാം ക്ലാസ് ആണ് ബാക്കിയുള്ള മതങ്ങൾ. ബാക്കി മതങ്ങൾ. അപ്പൊ അദ്ദേഹത്തെ നമ്മളിങ്ങനെ പെട്ടെന്ന് 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച നമ്മുടെ തലയിലോട്ടൊന്നും കേറില്ല. അപ്പൊ അത് ഞാൻ അത് അങ്ങനത്തെ ആ വീഡിയോസ് ഒക്കെ ഞാൻ കാണുമായിരുന്നു. അപ്പൊ ഈ ഒരു സംഭവം എന്റെ സ്ട്രൈക്കിംഗ് പോയിന്റ്. അപ്പൊ അതെങ്ങനെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ ഫോളോ, ഐ ഡു ദാറ്റ്, അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ജോലി കിട്ടിയിട്ട് വേറെ സ്ഥലത്തോട്ട് പോകുമ്പോ എന്റെ ഒരു റൂംമേറ്റ് ഉണ്ട്. പുള്ളി കുറച്ചും കൂടി ഇങ്ങനെ എയ്ത്തിസ്റ്റ് ടൈപ്പാണ്. പുള്ളി വന്നിട്ട് ഇങ്ങനെ ഫുൾ ചലഞ്ച് ചെയ്യും, എടാ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ മതത്തിൽ ഇങ്ങനെ പറയുന്നത്, അതൊക്കെ ശരിയാണോ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പൊ അത് തൊട്ടാണ് കുറച്ചും കൂടി ഞാൻ ഡീപ്ലി ചിന്തിച്ചു തുടങ്ങിയത്. പിന്നെ ഫോർ ലൈക്ക് പാസ്റ്റ് 1-2 years ആണ് ഞാൻ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു തുടങ്ങി. അപ്പൊ നിങ്ങളുടെ ഈ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞാല്, ഒരു കാര്യം നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് കാര്യങ്ങൾ പറയില്ല. അതങ്ങനെയാണ്, നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യും. ഈ ആയത്തിൽ ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, ബിക്കോസ് ഓഫ് അത് ഞങ്ങൾ ബ്ലാങ്ക് ആയിട്ടല്ല പറയുന്നത്. അപ്പൊ ദാറ്റ് വിൽ ഹെൽപ്പ് മീ ടു. അപ്പൊ നിങ്ങൾ പറയുന്നത് ഡയറക്ട്ലി ഞാൻ അത് എടുക്കാറുമില്ല. ഞാനപ്പോ ഖുറാനിൽ പോയിട്ട് വായിക്കും. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ആ പരിഭാഷ ഇപ്പോഴും എന്റെ അടുത്തുണ്ട്. അല്ല, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ആര് പറഞ്ഞത് കേട്ടാലും നമ്മൾ ഉസ്താദുമാരെ കുറിച്ച് നമ്മൾ എന്താ പറയുന്ന വിശ്വാസികളെ കുറിച്ച് ഉസ്താദുമാര് പറയുന്നത് അങ്ങനെ വിഴുങ്ങണ്ട. നിങ്ങൾ നേരെ പോയിട്ടൊന്ന് എടുത്ത് മറിച്ച് നോക്കി ഉസ്താദ് പറയണതാണോ ശരി എന്ന്. അപ്പൊ നമ്മൾ ഈ ഖുർആന്റെ സനദിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോ എന്റെ പേരൊന്നും പരാമർശിക്കാതെ ഒരാൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു റിപ്ലൈ വീഡിയോ പോലെ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് അവർ ആളുകളെ പറ്റിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം എന്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് വന്നത്. അപ്പൊ അത് ഇനിയിപ്പോ വേറെ ചെയ്യണം. ഞാൻ പറഞ്ഞത് ആളുകളെ കബളിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറയേണ്ടിയിരുന്ന ഹദീസാണ് അയാൾ പറയുന്നത്. ആ ഹദീസ് അയാൾ പറഞ്ഞ ഹദീസ് അയാൾ പറയുന്നത് അത്രയും മാത്രം വിശ്വസിച്ചാൽ അബദ്ധം പറ്റും.
അതേ സമയത്ത് ആ ഹദീസിൽ ഞാൻ പറഞ്ഞതിനുള്ള തെളിവുണ്ട്. അത് അയാൾ മനഃപൂർവ്വം മറച്ചു പിടിക്കാണ്. മനസ്സിലായോ? അപ്പൊ അത് ഇനിയിപ്പോ വേറെ ചെയ്യണം. ഇതിന്റെ ഒരു ഇത് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാല് നമ്മൾ എപ്പോഴും ആ ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിൽ വെച്ച് നമ്മള് അത് വായിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും നമുക്കത് എപ്പോഴും ശരിയായിട്ടാ തോന്നുള്ളൂ. അതങ്ങനെ വരുള്ളൂ. പക്ഷെ നമ്മള് ഇത് പുറത്ത് നിന്ന് നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് നമ്മൾ അത് ശരിയാണ്. മുൻവിധികളൊന്നും ഇല്ലാതെ സാമാന്യ ബോധം, മറ്റേ ബാസിൽ പറഞ്ഞ ഒരു കോമൺ സെൻസ് ഓഫ് ചെയ്യാതെ വായിക്കണം. എന്നാ ക്ലിയർ ആവും. അപ്പൊ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അതെ. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ ആക്ച്വലി അത് ഞാൻ കുറെ നാളുകൊണ്ട് റിസർച്ച് ചെയ്യാം. ഞാൻ ആക്ച്വലി താങ്കളെ ഐ തിങ്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അത്ര ആക്റ്റീവ് അല്ല. മേ ബി നിങ്ങൾ കുറച്ച് ബിസി പേഴ്സൺ ആണല്ലോ. അപ്പൊ ബിസിയുടെ അല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ കയറാ വല്ലപ്പോഴൊക്കെ ജസ്റ്റ് ഒരു കൗതുകത്തിന് ജസ്റ്റ് സ്ക്രോൾ ചെയ്യാറേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഒരു സംഭവം എന്ന് പറഞ്ഞാല് ഖുറാനിൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റേ ഫറവോടെ ബോഡി എത്രയോ കൊല്ലമായിട്ട് നമുക്ക് കിട്ടും. അത് അള്ളാഹ് വെച്ചേക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. അള്ളാഹിനെ അതുവരെ കിട്ടിയിട്ടില്ല എന്തായാലും. അത് മറ്റേ ഈജിപ്തിലുള്ള അത് പിരമിഡിൽ നിന്ന് കിട്ടിയതാണ്. ഈ ഫറോവന്റെ കിടക്കുന്നത് റെഡ് സീഡിൽ അങ്ങനെ ഒരു ബോഡി കിട്ടിയിട്ട് നിലവിൽ അങ്ങനെ കിട്ടിയതായിട്ട് ഒരു ചരിത്രമില്ല, ഒരു തെളിവില്ല. അത് മറ്റേ വേറൊരു പ്രൊജക്ടിന്റെ ഭാഗമായിരുന്നല്ലോ. അതിന്റെ ഒരു ഡോക്ടറെ കൊണ്ടൊരു പുസ്തകമൊക്കെ എഴുതി വെച്ചവര്. അത് ഒരു കാലത്ത് ഇവിടെയൊക്കെ വലിയ രീതിയിൽ എഴുതും പറയുകയും പിന്നെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, ഖുർആനിലെ ശാസ്ത്രാത്ഭുതങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോ അതിന്റെ അവസാനം നമ്മുടെ ഇപ്പൊ അബ്ദുള്ള ബാസലിന്റെ കമ്പനിയുടെ മുതലാളിയായിട്ടുള്ള ഒരു വഹാബി പണ്ടൊരു 2012-ലോ 2014-ലോ എങ്ങോ, അത് ഇനി 2018-ലാണ് ഓർമ്മ, ഇവിടെ കൊച്ചിയിൽ വെച്ച് നടന്നൊരു പ്രോഫ്കോണിൽ പറയുന്നുണ്ട്, ഈ ഖുർആൻ ശാസ്ത്രീയമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇങ്ങനത്തെ കഥകളൊക്കെ പറയുന്നത് അത് ഭാവിയിൽ ദോഷം ചെയ്യും, അത് തിരിച്ചടിക്കും എന്നൊക്കെ. അത് ഡിപ്ലോമാറ്റിക് ആയിട്ട് അവര് പറയുള്ളൂ. റെഡ് സീ, അത് അവരോട് തന്നെ ചോദിച്ചാൽ മതി. ഈ പറയപ്പെടുന്ന ഫറോവയുടെ ബോഡി കിട്ടിയത് റെഡ് സീയിൽ നിന്നാണ് എന്നതിന്റെ പ്രൂഫ് ഒന്ന് ചോദിച്ചാൽ മതി. അപ്പൊ അവര് പറയാം, അയ്യോ അത് തെറ്റിപ്പോയതാണ്, അങ്ങനെയല്ല അത്. അതെ, പിന്നെ ജെമിനി അല്ല, ഏത് AI മോഡലായാലും ഇവര് ബൈ ഡിഫോൾട്ട് ഡിപ്ലോമസി ആയിരിക്കും അവരുടെ മെത്തേഡ്, പ്രത്യേകിച്ച് സെൻസിറ്റീവ് കേസുകളിൽ. അതിപ്പോ നിങ്ങള് ഇസ്രായേൽ ഫലസ്തീൻ വാറിൽ ചോദിച്ചാലും കിട്ടൂല, ഉക്രൈൻ റഷ്യ വാറിൽ ചോദിച്ചാലും കിട്ടില്ല, ഒന്നിനും കിട്ടില്ല. നിങ്ങൾക്ക് ഒന്നിലും ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടാൻ പോകുന്നില്ല. അതേ സമയത്ത് കുറച്ചുകൂടി നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡോക്യുമെന്റഡ് ആയിട്ടുള്ള പ്രൂഫിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ, സ്റ്റാറ്റിസ്റ്റിക്സൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ജെമിനി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. അതങ്ങനെ നമ്മൾ പറയണം, സ്പെസിഫിക് ആയിട്ട് ചോദിക്കണം, നമ്മുടെ ഇന്റൻഷൻ എന്താണ്, നമ്മുടെ പർപ്പസ് എന്താണ് എന്നുള്ളത്. അല്ലെങ്കിൽ കിട്ടില്ല, അല്ലെങ്കിൽ അവരത് കവർ ചെയ്തിട്ടേ ചെയ്യുള്ളൂ. മാത്രമല്ല പല ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാല്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് ചില സെൻസിറ്റീവ് കാര്യത്തിലോ റിസർച്ച് ചെയ്യാൻ പറഞ്ഞാല് അത് അവരുടെ സ്കോപ്പിന് പുറത്താണെന്ന് പറയും. ഇപ്പൊ ചെയ്യാൻ കഴിയില്ല, അവരുടെ ഇന്റേണൽ പോളിസി എന്ന് പറയും. അപ്പൊ ജെമിനി ഒരു അവസാനമാക്കുന്നില്ല. ഈ എന്തായാലും ഫറോവയുടെ ബോഡി ഈ പറയപ്പെടുന്ന അള്ള മുക്കിക്കളഞ്ഞ ഫിറോവിന്റെ ബോഡിയാണ് എന്നതിന് യാതൊരു തെളിവും നിലവിൽ ഇതുവരെ ഇല്ല. ഇതൊക്കെ തള്ളി മറിക്കുന്നതാണ്. ഇതൊക്കെ എവിടെങ്കിലും ഒരു പൊട്ട് കിട്ടുമ്പോഴത്തേക്ക് അങ്ങ് എന്താ പറയാ, ഇപ്പൊ ഈ നമ്മുടെ ചന്ദ്രനിൽ പോയ നീൽ ആംസ്ട്രോങ് മുസ്ലിമായി എന്ന് പ്രചാരണം നടന്നല്ലോ. എന്നിട്ട് പിന്നെ ആൾക്ക്, എന്റെ ഓർമ്മ, ഞാൻ എവിടെ വായിച്ചതാണ്, വെരിഫൈ ചെയ്യണം, അയാള് പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഞാൻ ഇസ്ലാമായിട്ടില്ലെന്ന്. അപ്പൊ അതായിരിക്കും അതാണ് അതിന്റെ കഥ. ഒരു മിനിറ്റ് പറയൂ. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓക്കെ ആയിരുന്നു. പക്ഷെ ഇത് മാത്രം ഞാൻ ഇങ്ങനെ കുറെ ആയിട്ട് ഇങ്ങനെ റിസർച്ച്, ഗൂഗിൾ റിസർച്ച് അങ്ങനെ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇതിനെപ്പറ്റി എനിക്ക് അത് ഞാൻ ഈ പറഞ്ഞ ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. ഡിപ്ലോമസി ഒഴിവാക്കിയിട്ട് ഫാക്ച്വൽ ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും തരാൻ പറഞ്ഞാൽ മതി. ഈ ഫറോവയുടെ ബോഡിയൊക്കെ ഒരു 5 മിനിറ്റ് ഉണ്ട്. ഈ സംസം വെള്ളത്തെ കുറിച്ച് ഞാൻ ജെമിനിയോട് ആദ്യം ചോദിച്ചു. അപ്പൊ ജെമിനി അതിന്റെ അത്ഭുത സിദ്ധികളും ഒക്കെ വിവരിക്കാൻ തുടങ്ങി. അപ്പൊ ഇവര് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ലഭ്യമായ സോഴ്സുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ഇസ്ലാമിക് സോഴ്സ് ആയിരിക്കുമല്ലോ. അപ്പോ ആ സോഴ്സ് എന്നുള്ള ഡാറ്റ അവർ അനലൈസ് ചെയ്തിട്ട് ആദ്യം നമുക്ക് തരും. നമുക്ക് വേണ്ടത് അതിന്റെ ഫാക്ച്വൽ ആയിട്ടുള്ള സാധനമാണെങ്കിൽ അവസാനം സംസം വലിയ സംഭവം ഒന്നല്ലാന്നും അത് മനുഷ്യന്മാര് നിർമ്മിച്ചതും അല്ലാത്തതുമായിട്ട്
ഇഷ്ടം പോലെ ഉണ്ടെന്നും സംസം വെള്ളത്തിൽ എങ്ങനെയാണ് അതിനെ പിന്നെ വെള്ളത്തിന്റെ അളവ് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെക്കാനിസം ആണ് ഉപയോഗിക്കുന്നതെന്നും എന്തൊക്കെ സാങ്കേതിക വിദ്യകൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെയുള്ള ഡാറ്റകൾ കളക്ട് ചെയ്ത് തന്നു. നമ്മളത് ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ ജെമിനി പറഞ്ഞുതരും. ഒറ്റ ചോദ്യത്തിൽ ജെമിനി ഭയങ്കര മൊയിലിയരായിരിക്കും. ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചാൽ ജെമിനി വലിയ മൊയിലിയരായിരിക്കും. ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് ചോദിച്ചാല് ജെമിനി മാർപ്പാപ്പന്റെ സ്വന്തം ആളായിരിക്കും. അങ്ങനെയാണ് അങ്ങനെയാണ് അതിന്റെ ഡിസൈൻ. അതാണ് ആളുകളെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കോൺട്രവേഴ്സിയിലേക്ക് ജെമിനി എന്തായാലും ഒരു ഡോർ ഓപ്പൺ ചെയ്യില്ല. ഇപ്പൊ എന്നോട് ഈ മതവിമർശനത്തിന്റെ കഥകളിൽ എല്ലാ തമാശയും പറയാൻ കൂടും. നമ്മുടെ ഡേറ്റ നമുക്ക് എന്താണ് വേണ്ടത് പിന്നെ കുറെ ആകുമ്പോഴത്തേക്ക് അല്ല, നമ്മൾ അതിന്റെ ഒരു പ്രീമിയം വേർഷൻ അപ്ഗ്രേഡ് ചെയ്ത് നമ്മളായിട്ട് നമ്മളുടെ ഒരു പേഴ്സണൽ ചാറ്റ്, നമ്മളുടെ ഒരു ചാറ്റിന്റെ ഹിസ്റ്ററി ഒക്കെ നമ്മളെ പൊസിഷൻ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കണക്ഷനിൽ അങ്ങനെ പോയാലേ ഇപ്പൊ പിന്നെ വേറെ ജെമിനിയിൽ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മള് അതിനകത്ത് നമ്മളുടെ കയ്യിലുള്ള ഡാറ്റ കൊടുത്തിട്ട് അനലൈസ് ചെയ്യാനും അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ട് കുറെ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഒരു ഫർദർ പോയിന്റ് ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചാലൊക്കെ പെട്ടെന്ന് ശരിയാവും. അങ്ങനത്തെ കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ജെമിനി ഒരു നിരപരാധിനിയുമാണ്. നമ്മളെങ്ങനെ ഏത് പാത്രത്തിൽ വേണേലും പറഞ്ഞു നോക്കാം ജെമിനി. ഇനി ജെമിനിനെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നാളെ മതപ്രബോധനവും നടത്താം. അത് ജെമിനി നിന്ന് തരും. അങ്ങനെയാണ്. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും നടക്കട്ടെ. ചിന്തിക്കുന്നവർക്ക് ഞാനിപ്പോ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല. അത്ര തന്നെ പറയാനുള്ളൂ. കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവര് അറിയാൻ ശ്രമിച്ചാൽ കാര്യങ്ങൾ വളരെ ലളിതമാണ്. അല്ല, ഇപ്പൊ എന്തായാലും ഇപ്പൊ ഈവൻ സയൻസ് ആയാലും മാത്സ് ആയാലും മതമായാലും എന്തായാലും നമ്മള് ഔട്ട് ഓഫ് ദ ബോക്സിൽ നിന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിന് നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ഫാക്ച്വൽ ഡേറ്റയും ഉത്തരവും എല്ലാം നമുക്ക്. അല്ല, നമ്മളിപ്പോ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ സാങ്കേതിക വിദ്യകളും ഒരു കൂട്ടം മനുഷ്യര് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്നതിന്റെ ഉൽപ്പന്നങ്ങളാണല്ലോ. എന്ത് സാധനം എല്ലാം അങ്ങനെയാണ്. അല്ല, ഇപ്പൊ നമ്മളിങ്ങനെ ഒരു എന്താ പറയാ കണ്ടംപററി ആയിട്ടോ അല്ലെങ്കിൽ നമ്മള് പാരമ്പര്യമായിട്ട് കൈമാറി വന്നത് വെച്ച് പോവാണെങ്കിൽ നമ്മളിപ്പോഴും കാളവണ്ടി തന്നെ ആയിരിക്കുമല്ലോ. കാളവണ്ടിയുടെ ചക്രത്തില് എന്തെങ്കിലുമൊക്കെ ഡിസൈനും ചെയ്ത് പോടുകയല്ലേ ചെയ്യാം. അതെ. ഞാൻ അത് പറയുമ്പോഴേ ഞാൻ ഒരു കാര്യം ഓർത്തത്. ഞാൻ ഈയിടയ്ക്ക് ഒരു ബുക്ക് വായിക്കാൻ ഇടയുണ്ടായിരുന്നു. അത് കൈൻഡ് ഓഫ് ഈ ഫോർഡിന്റെ V8 എഞ്ചിനെ പറ്റി അറിയില്ലേ? അപ്പോ പണ്ട് V8 എഞ്ചിൻ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഫോർഡിന്റെ സിഇഒ ആരോ ഹെഡ് പുള്ളി അവിടുത്തെ എഞ്ചിനീയേഴ്സിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ V8 എഞ്ചിൻ ഉണ്ടാക്കണമെന്ന്. അപ്പൊ ഇവർക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെ പോയി എന്താ ചെയ്യേണ്ട, ഇങ്ങനെ ചുമ്മാ റിസർച്ച് അങ്ങനെ പോയി. പിന്നെ ഒരു പോയിന്റ് ഓഫ് ടൈം പുള്ളി ഒരു ടൈം ലൈനും പുള്ളി ഒരു അങ്ങനെ ഇവരെല്ലാരും പിന്നെ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ച ശേഷമാണ് ഈ V8 എഞ്ചിൻ അവർ ഉണ്ടാക്കിയത്. അല്ല, ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്നിടത്ത് മാത്രമേ പുതിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ ഇതുവരെ. ഇതിങ്ങനെ പോരാ എന്ന് തോന്നുന്നിടത്താണല്ലോ നമ്മൾ വേറൊരു ഓപ്ഷൻ വരുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെ എല്ലാരും ചിന്തിക്കട്ടെ, പ്രതീക്ഷിക്കാം. ആയിക്കോട്ടെ. പീസ് അല്ല പീസ്. ഒറ്റത്തവണ പീസ്. അതെ, ഒരു പീസ് ആയ പ്രശ്നം. ഓക്കെ, അപ്പൊ പീസിൽ നിന്ന് എല്ലാവരും പീസിലേക്ക് വരൂ എന്ന് പറയാം നമുക്ക്. ഓക്കെ, താങ്ക് യു.